ഹായ് അസ്സാം വലൈക്കും എവരിവൺ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒമാൻ ട്രിപ്പിൻ്റെ ലാസ്റ്റ് വ്ളോഗാണ് ഗൈസ്. ഞാൻ ആ റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങുമ്പോൾ ഐ ഫീൽ ലൈക്ക് വെരി സാഡ് ബിക്കോസ് ഓഫ് ദ പീപ്പിൾ, നോട്ട് എ പ്ലേസ്. സ്ഥലത്തിനോട് ഒരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് വന്നിട്ടില്ല, കാരണം 2-3 ദിവസമേ ഉള്ളൂ. ബട്ട് എങ്കിൽ പോലും ഒരു ദിവസം മുന്നേ കണ്ടവരെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഐ ഫീൽ ലൈക്ക് എന്താ പറയുക, ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് ഒരു സ്ട്രേഞ്ചേഴ്സിൻ്റെ കൂടെ റൂം ഷെയർ ചെയ്യുന്നത്, അവരായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ബട്ട് ഇത്രയും ഇത് അടിപൊളിയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആൻഡ് ബാഡായി തീരും എന്ന് വിചാരിച്ചൊരു ട്രിപ്പ് ഒരു കൂട്ടം മനുഷ്യന്മാർ കാരണം ഇത്രയും അടിപൊളിയാവുമെന്ന് എൻ്റെ മനസ്സിൽ പോലും ഞാൻ വിചാരിച്ചില്ല. ബട്ട് റിയലി മെമ്മറബിൾ. ഐ ഫീൽ ലൈക്ക് വെരി ഹാപ്പി ടു സീ ദാറ്റ് പീപ്പിൾ. ആൻഡ് നമ്മളൊരു ഒമാൻ ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദുബായിലും അബുദാബിയിലൊക്കെ വെച്ച് മീറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ഞാൻ കേട്ടിട്ടുണ്ട് ഗൈസ്, യാത്രകളെ മനോഹരമാക്കുന്നത് അവരുള്ള മനുഷ്യന്മാരാണ്, അല്ലാതെ സ്ഥലങ്ങളല്ലാന്ന്. അത് ഈ ഒരു ട്രിപ്പിലൂടെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. എന്നും എപ്പോഴും എൻ്റെ ലൈഫിൽ ഒരു മെമ്മറബിൾ ട്രിപ്പായിട്ട് എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു നല്ല ഓർമ്മയായിട്ട് ഒമാൻ ട്രിപ്പ് മാറി. അങ്ങനെ നമ്മൾ ഒമാനിലത്തെ എല്ലാ ഓർമ്മകളുമായിട്ട് നമ്മൾ യു എയിലോട്ട് തിരിച്ചു പോവാണ്. ആൻഡ് ഇറ്റ്സ് ഡെഡിക്കേറ്റഡ് ടു ദാറ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആൻഡ് ഐ ലവ് യു ഗൈസ്. അങ്ങനെ നമ്മൾ യു എയിലെത്തി നമ്മൾ ഇനി യു എയിലെ വിശേഷങ്ങൾ. അപ്പോൾ